പഹൽഗാം ഭീകരാക്രമണത്തിന് പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകി രാജ്യം. പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും 9 ഭീകര താവളങ്ങൾ ഇന്ത്യൻ സേന തകർത്തു. ഇന്ന് പുലർച്ചെ 1 മണിക്കും 1:30ക്കും ഇടയിലാണ് പാകിസ്ഥാനെ ഞെട്ടിച്ചുകൊണ്ട് ലഷ്കറിന്റെയും ജെയ്ഷയുടെയും ഹിസ്ബുൽ മുജാഹിദിന്റെയും കേന്ദ്രങ്ങളിലെ ഇന്ത്യൻ ആക്രമണം. സാഹസതയ്ക്ക് മുതിർന്നാൽ കനത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നാണ് പാകിസ്ഥാന് ഇന്ത്യയുടെ മുന്നറിയിപ്പ്. ഇന്ത്യൻ മണ്ണിൽ വീഴ്ത്തിയ ഓരോ തുള്ളിച്ചോരയ്ക്കും എണ്ണി ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യൻ സേന നൽകിയ ചുട്ട മറുപടിക്കു പേര് ഓപ്പറേഷൻ സിന്ദൂർ. പാകിസ്ഥാനിലെ 4 പാക് അധീന കാശ്മീരിലെ 5 ഭീകര താവളങ്ങൾ സേന തകർത്തു. പുലർച്ചെ 1:05 തുടങ്ങിയ ആക്രമണം 1:30ക്കാണ് അവസാനിച്ചത്. ആകെ 25 മിനിറ്റ്. 9 കേന്ദ്രങ്ങളിൽ സ്കാൽപ് മിസൈലുകളും ഹാമർ ബോംബുകളും വർഷിച്ചു. പാക് ഭീകര കേന്ദ്രങ്ങൾ നിലം പരിശായി. ബഹാവൽപൂരിൽ മസൂദ് അസറിന്റെ ജെയ്ഷെ മുഹമ്മദ് ആസ്ഥാനവും മുരിഡ്കയിൽ ഹാഫിസ് സയ്യിദിന്റെ ലഷ്കർ ഇ തോയ്ബ കേന്ദ്രവും ആക്രമണത്തിൽ തകർന്നടിഞ്ഞു. ബഹാവൽപൂരിൽ മസൂദ് അസറിന്റെ സഹോദരിയടക്കം 10 കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടു. മുംബൈ ഭീകരാക്രമണത്തിന്റെ പരിശീലന കേന്ദ്രമായ മുരിഡ്കയിലെ മർക്കസ് സുബാനള്ളയും തകർത്തു. ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണത്തിന്റെ ദൃശ്യങ്ങളും സേന പുറത്തുവിട്ടു. സാഹസത്തിന് തുനിഞ്ഞാൽ പ്രത്യാഘാതം ഗുരുതരമെന്ന് പാകിസ്ഥാൻ ഇന്ത്യയുടെ മുന്നറിയിപ്പ്. Indian armed forces are fully prepared to respond to Pakistani misadventures, if any, that will escalate this situation. പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്കു വ്യക്തം. ആഗോള ഭീകരതയുടെ കേന്ദ്രമാണ് പാകിസ്ഥാനെന്നും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി. ഇന്ത്യൻ മണ്ണിൽ നിന്നാണ് പാകിസ്ഥാനെ ഞെട്ടിച്ച ഇന്ത്യയുടെ തിരിച്ചടി. ഭീകരാക്രമണങ്ങളിൽ പാക് പങ്കിന് കൃത്യമായ തെളിവ്, പിഴവുകളില്ലാത്ത ആസൂത്രണം, ഭീകരവാദത്തോട് സന്ധിയില്ലെന്ന ഇന്ത്യൻ നിലപാടിന് മറ്റൊരു ഉദാഹരണം കൂടി ഓപ്പറേഷൻ സിന്ദൂർ. ഡൽഹിയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24.